Hi students, welcome to Safir Future Academy Board Booster Series. So നമ്മൾ ഇന്ന് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പ്രോബ്ലം ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് അല്ലെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ 4 പാർട്ടുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ തിയറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം അതിന്റെ തിയറി കംപ്ലീറ്റ് കാണുക, പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പ്രോബ്ലം സെക്ഷനിലേക്ക് വരിക കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് എന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. നിങ്ങൾക്ക് ഏകദേശം എല്ലാ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഞാൻ ഇവിടെ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആണല്ലോ. അപ്പൊ നമുക്ക് സമയം വൈകാതെ തന്നെ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഏതാണ് ഫസ്റ്റ് പ്രോബ്ലം നോക്കിക്കോളൂ. എന്താ പറയുന്നത്? ദ റേഡിയസ് ഓഫ് എർത്ത് ഈസ് റെഡ്യൂസ്ഡ് ബൈ എത്ര എന്ന് പറയുന്നുണ്ട്, 4% എന്ന് പറയുന്നുണ്ട് അല്ലെ. റേഡിയസ് എത്രയാണ്? 4% ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആണല്ലോ ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ. ദ മാസ് ഓഫ് ദ എർത്ത് റിമെയിൻസ് എന്താണ്, അൺചേഞ്ച്ഡ് ആണ്. അപ്പൊ മാസ് സെയിം ആണ്. അപ്പൊ എന്താ പറയുക, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, വാട്ട് വിൽ ബി ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ ദ എസ്കേപ്പ് വെലോസിറ്റി അല്ലെ. എസ്കേപ്പ് വെലോസിറ്റിക്ക് വരുന്ന ചേഞ്ച് എത്രയാന്ന് ചോദിച്ചത് അല്ലെ. അപ്പൊ നിങ്ങൾക്കറിയാം എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? v is equal to എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്താണ്? v is equal to root of 2gm divided by r square. r ആണ് അല്ലെ. ഇതിനകത്ത് എന്താണ് ക്യാപിറ്റൽ എം, എന്താണ് ക്യാപിറ്റൽ ആർ ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ക്യാപിറ്റൽ എം ഇസ് ദ മാസ് ഓഫ് ദ എർത്ത് ആണ്, ക്യാപിറ്റൽ ആർ ഇസ് ദ റേഡിയസ് ഓഫ് എർത്ത് ആണ്. ഈ ഇതിലെന്താ പറഞ്ഞത്, ഇതിലെ റേഡിയസ് 4% ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞ അല്ലെ. അപ്പൊ 4% റെഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ പുതിയ എന്താണ് റെസിസ്റ്റൻസ് പിന്നെ എത്രയാവും? That is r dash equal to എത്രയായിരിക്കും? 4% റെഡ്യൂസ് ആയി കഴിഞ്ഞാൽ പിന്നെ എത്ര ഉണ്ടാവുള്ളൂ? 96 divided by 100, 6 മാത്രമേ ഉണ്ടാവുള്ളൂ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, നമുക്ക് അടുത്ത എസ്കേപ്പ് വെലോസിറ്റിക്ക് വരുന്ന ചേഞ്ച് കണ്ടുപിടിക്കേണ്ടത്. എന്ത് വരും? v dash equal to root of 2gm divided by r എന്തായിന്ന് പറഞ്ഞത്? 96 by 100 r ആയിന്നാ പറഞ്ഞത് ആണല്ലോ. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇത് രണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ് അല്ലെ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വിഇ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, വിഇ ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എസ്കേപ്പ് വെലോസിറ്റി, അതായത് വിഇ ഡാഷ് മൈനസ് വിഇ ഡിവൈഡഡ് ബൈ വിഇ. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ എസ്കേപ്പ് വെലോസിറ്റി, അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ചേഞ്ച്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഇൻറ്റു ഒരു 100 ചെയ്താൽ എന്ത് കിട്ടും? നമ്മുടെ പെർസെന്റേജ് ചേഞ്ച് ഇൻ എസ്കേപ്പ് വെലോസിറ്റി കിട്ടും. എന്താണ്? പുതിയ എസ്കേപ്പ് വെലോസിറ്റി മൈനസ് പഴയ എസ്കേപ്പ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ പഴയ എസ്കേപ്പ് വെലോസിറ്റി അല്ലെ. ഇത് ചെയ്ത ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ടേം എത്രയാണെന്ന് അറിയണം അല്ലെ, അതാണ് നമ്മളോട് ചെയ്യുന്നത്. സോ അപ്പൊ ഞാൻ ഇത് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇതെന്താണ്? ഇക്വേഷൻ നമ്പർ 2 ആണ് അതെ. അപ്പൊ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ചെയ്ത എന്താ ആൻസർ വരിക നോക്കിക്കോളൂ. വിഇ ഡാഷ് ബൈ വിഇ ഇസ് ഈക്വൽ ടു എന്താ വരിക? റൂട്ട് ഓഫ് 2gm ഡിവൈഡഡ് ബൈ എന്ത് വരും? 96r. ഇവിടെ ഒരു ഫ്രാക്ഷനെ വേറൊരു ഫ്രാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്യാണ് അല്ലെ. സോ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ റെസിപ്രോക്കലിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ അപ്പൊ 100 എവിടെ വരും? മേലോട്ട് വരും. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ഈ ടേം ഉണ്ട് അല്ലെ. എന്താ വരിക? 2gm ഡിവൈഡഡ് ബൈ r ആണ് ആണല്ലോ. അപ്പൊ ഇതിൽ ഈക്വലന്റ് ആയിട്ട് ടേംസ് ഒക്കെ കട്ട് ചെയ്ത് ഒഴിക്കോ. ഏത് കട്ട് ചെയ്തു? ഇത് പോയി, അതുപോലെ തന്നെ ഈ ടേം പോയി, ആറും പോയി. സോ ബാക്കി എന്തുണ്ട്? ദാറ്റ് ഈസ് വിഇ ഡാഷ് ഡിവൈഡഡ് ബൈ വിഇ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ ഒരു റൂട്ട് 100 ഡിവൈഡഡ് ബൈ 96 ആണുള്ളത്. റൂട്ട് 100 ഡിവൈഡഡ് ബൈ 96 എന്താ വരിക? ഞാൻ ഈ ടേം ഒന്ന് മയക്കുകയാണേ, നോക്കിക്കോളൂ. എന്ത് വരും? വിഇ ഡിവൈഡഡ് വി ഡാഷ് ഈക്വൽ ടു റൂട്ട് 100 ഡിവൈഡഡ് ബൈ 96 ആണ് അല്ലേ. ഓക്കെ, ഇതിനകത്ത് എന്ത് വരും? വിഇ ഡാഷ് ഡിവൈഡഡ് ബൈ വിഇ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് 100 ബൈ 96? ഇതിന് എനിക്ക് 25 ഡിവൈഡഡ് ബൈ 24 എഴുതി കൂടെ അല്ലെ. കാരണം 4 എത്ര വർഷം പോവും? 4 എത്ര ടൈം പോവും? 25 ടൈംസ് പോവും. സോ ഈ എന്താണ് വരിക? വിഇ ഡാഷ് ഡിവൈഡഡ് ബൈ വിഇ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് റൂട്ട് 25? 5 ആണ്. 5 ഡിവൈഡഡ് ബൈ ഞാൻ 24 എന്താക്കി? 24 എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 12 into 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 4 into 6 എന്ന് എഴുതാം അല്ലെ. സോ 4 into 6 എഴുതി. സോ അതിനകത്ത് 4 എന്തെടുത്തു? പുറത്തേക്ക് എടുത്തു. അപ്പൊ എന്താ വരിക? 2 root 6 വരും. സോ ഇതിനകത്ത് വിഇ ഡാഷ് ഈക്വൽ എന്താ വരിക? വിഇ ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2 root 6 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആൻസർ എന്താ വരിക? വിഇ ഡാഷ് മൈനസ് വിഇ ഡാഷ് മൈനസ് വിഇ ഡിവൈഡഡ് ബൈ വിഇ അല്ലെ നമ്മളുടെ ചേഞ്ച് ഇൻ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്, ഇൻറ്റു 100 ചെയ്താൽ മതി. സോ വാട്ട് ഈസ് വിഇ ഡാഷ്? വിഇ ഇൻറ്റു 5 divided by 2 root 6 മൈനസ് എന്ത് വരും?
VE ഡിവൈഡഡ് ബൈ എന്തുണ്ട് ഒരു VE വരും ഇൻറ്റു എന്താണ് 100 ചെയ്താൽ മതി. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടുക? ഇതിനകത്ത് V എല്ലാം കോമൺ ആണല്ലോ, എല്ലാ വിയും എന്തായി പോവും, കട്ട് ചെയ്ത് പോവും ആണല്ലോ. ബാക്കി എന്തുണ്ട്, ഒരു 5 ഡിവൈഡഡ് ബൈ 2√6 ഉണ്ട്, -1 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ഇത് ചെയ്താൽ മതി ഇൻറ്റു 100 ചെയ്താൽ മതി, നമ്മുടെ ആൻസർ ആയി കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എങ്ങനെയാണ് പോയതെന്നൊക്കെ വളരെ വളരെ വ്യക്തമായിട്ട് നോക്കുക. എന്താണ് കണ്ടുപിടിക്കേണ്ടതുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. നമുക്ക് ചേഞ്ച് ഇൻ എസ്കേപ്പ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിവിടെ കണ്ടുപിടിച്ചു, അത് എങ്ങനെയാണ് പോയത് എന്നുള്ളത് നോക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ എർത്ത് ചേഞ്ചസ് വിത്ത് ഡെപ്ത് ആൻഡ് ഹൈറ്റ്. നിങ്ങൾക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച്, അതായത് എർത്തിന്റെ സർഫസിന് ഹൈറ്റിലേക്ക് പോകുമ്പോഴും എർത്തിന്റെ സർഫസിന് ഡെപ്തിലേക്ക് വരുമ്പോഴും എന്താണ് കുറയാന്ന് നിങ്ങൾ പഠിച്ചു അല്ലെ? അതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഓർമ്മ ഉണ്ടല്ലോ. അതൊക്കെ നമുക്കിവിടെ ഉപയോഗിക്കണം. അപ്പൊ ഇവരെന്താ പറയുന്നത്? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് എ ബോഡി പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ ഓഫ് ദി എർത്ത് അല്ലെ? സെന്റർ ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെപ്ത് എത്രയാ വരിക? D ഈസ് ഈക്വൽ ടു എന്താ വരിക? 6 ആണ് വരിക അല്ലെ? അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ദാറ്റ് ഈസ് ഡെപ്തിലുള്ള ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? G' ഈക്വൽ ടു G ഇൻറ്റു 1 മൈനസ് h/r ആണ്. ആണല്ലോ അല്ലെ? ഇവിടെ എന്താണ്? H ഈക്വൽ ടു അല്ലെങ്കിൽ സോറി D/r ആണ്. എന്ത് വരും? D/r ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ക്ലിയർ ചെയ്യാം. എന്ത് വരും? D ഡിവൈഡഡ് ബൈ R വരും അല്ലെ? ഇവിടെ D ഈക്വൽ ടു എത്രയാണ്? 6 ആണ്. സോ അങ്ങനെയാണ് എന്താ വരിക? G ഇൻറ്റു 1 മൈനസ് R/r ആണ്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ എന്റെ ആൻസർ ആണ്. എന്ത് വരും അപ്പൊ? R/r എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 മൈനസ് 1 0 ആണ്. സോ അങ്ങനെയാണെങ്കിൽ എത്ര വരിക? 0 ആണ് വരിക അല്ലെ? അപ്പൊ എർത്തിന്റെ സെന്ററിൽ ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ G' എന്ന് പറയുന്നത് എത്രയാ? 0 ആണ്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഈക്വൽ ടു നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താ? mg ആണ് അല്ലെ? mg' ആണ് ആണല്ലോ. സോ G' ഈക്വൽ ടു 0 ആണ്. സോ അങ്ങനെയാണെങ്കിൽ W ഈക്വൽ ടു എത്രയാണ്? 0 വരും. വെയിറ്റ് എത്ര വരും? 0 വരും. ക്ലിയർ ആണല്ലോ? സോ അപ്പൊ ഒരു ഒബ്ജക്റ്റ് എർത്തിന്റെ സെന്ററിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. മാസ് എന്താവില്ല? 0 ആവില്ല. മാസിന് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ B ആണ്. എന്താ പറയുന്നത്? Find the height at which the acceleration due to gravity is 1/4 of the എന്താണ് acceleration due to means surface of the earth ആണ് അല്ലെ? അപ്പൊ നോക്കിക്കോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹൈറ്റിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക അല്ലെ? സോ അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചത്? എന്താ പഠിച്ചത്? G' ഈക്വൽ ടു G ഇൻറ്റു 1 മൈനസ് 2h ഡിവൈഡഡ് ബൈ R ആണ്. സോ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ഈസ് എൻ എക്സ്പ്രോക്സിമേഷൻ ആണ് അല്ലെ? റിയൽ ഇക്വേഷൻ ഇതല്ല. പക്ഷെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ എന്ത് മതി? ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. നിങ്ങളുടെ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പ്രോബ്ലംസ് ചെയ്യാൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. പക്ഷെ റിയൽ ഇക്വേഷൻ ഇതല്ല, ഇറ്റ് ഈസ് എൻ അപ്രോക്സിമേഷൻ ആണ് ആണല്ലോ. സോ അങ്ങനെയാണ് എന്താ പറഞ്ഞത്? അതായത് ഹൈറ്റിലുള്ള ആക്സിലറേഷൻ ഗ്രാവിറ്റി എന്ന് പറയുന്നത് എർത്തിലെ ഗ്രാവിറ്റിനെക്കാളും 1/4 ടൈം ആണെന്നാ പറഞ്ഞത് അല്ലെ? അപ്പൊ ഇതെനിക്ക് ഇങ്ങനെ എഴുതി കൂടെ? G/4 ഈക്വൽ ടു G ഇൻറ്റു എന്ത് വരും? 1 മൈനസ് 2h ഡിവൈഡഡ് ബൈ R ആണ്. ഇതിനകത്ത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? h ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ ഇത് ജിയും കട്ട് ചെയ്ത് പോയി. സോ ബാക്കി എന്തുണ്ട്? ഒരു 1/4 ഉണ്ട് ഈക്വൽ ടു 1 മൈനസ് 2h ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് R? R എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് എർത്ത് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റേഡിയസ് ഓഫ് എർത്ത് 6400 കിലോമീറ്റർ ആണ് ആണല്ലോ. സോ എന്ത് ചെയ്യാം? ഈ ടേമിന് അപ്പുറത്തേക്കും ഈ ടേമിന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 2h ഡിവൈഡഡ് ബൈ 6400 കിലോമീറ്റർ ഈക്വൽ ടു എന്ത് വരും? ഈ ടേമിന് അപ്പുറത്തേക്ക് എടുത്താൽ 1 മൈനസ് 1/4 വരും. ഇത്ര ആൻസർ വരിക? 3/4 ആണ് ആൻസർ വരിക അല്ലെ? ഇതിനകത്ത് h അല്ല കണ്ടുപിടിക്കണ്ടേ? h ഈക്വൽ ടു എന്ത് വരും? ഈ ടേം മേലോട്ട് പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 3 ഇൻറ്റു 6400 ഡിവൈഡഡ് ബൈ എന്ത് വരും? 2 ഇൻറ്റു 4 ദാറ്റ് ഈസ് 8 വരും ആണല്ലോ. അപ്പൊ h ഈക്വൽ ടു എത്രയാന്ന് കണ്ടുപിടിച്ച് നോക്കൂ. വളരെ സിമ്പിൾ അല്ലേ? ദാറ്റ് ഈസ് 8ഉം 64ഉം എത്ര ടൈം? 8 ടൈംസ് പോവും. സോ 3 ഇൻറ്റു 8 24 ആണ്. സോ 2400 കിലോമീറ്റർ ആണ് അല്ലെ? അതായത് എർത്തിന്റെ സർഫസിന് 2400 കിലോമീറ്റർ ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1/4 ടൈം ഓഫ് എന്താണ്? ദാറ്റ് ഈസ് എർത്തിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സോ h ഈസ് ഈക്വൽ എത്ര കിട്ടി? 2400 കിലോമീറ്റർ. അപ്പൊ ഇത് എങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നോട്ട് ചെയ്യാം.
നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എന്താ പറയുന്നത്? നെക്സ്റ്റ് കെപ്ലർ ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ചെറിയൊരു പ്രോബ്ലം ആണ്. സോ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് സ്ഥിരമായിട്ട് ചോദിക്കാറ്. ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്താ പറയുന്നത്? കെപ്ലർ ഫോർമുലേറ്റഡ് 3 ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. നിങ്ങൾക്ക് അറിയാം, ലോ ഓഫ് പീരീഡ്, ലോ ഓഫ് ഓർബിറ്റ് ആൻഡ് ലോ ഓഫ് ഏരിയ. അപ്പൊ അതിൽ ഏതോ ഒന്നാണ് ചോദിക്കാൻ പോകുന്നത്. ഏതാണ്? സ്റ്റേറ്റ് ദ കെപ്ലർ ലോ ഓഫ് പീരീഡ് ആണ് അല്ലെ. എന്താ കെപ്ലർ ലോ ഓഫ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ വാട്ട് ഈസ് കെപ്ലറിന്റെ ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? ഓർബിറ്റ് എന്താണ്? ലോ ഓഫ് ഓർബിറ്റ് എന്താ പറയുന്നത്? അതായത് പ്ലാനറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വേർ സൺ ഈസ് അറ്റ് വൺ ഓഫ് ദ ഫോക്കൈ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് കെപ്ലർ ലോ ഓഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്ലാനറ്റ്സ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പ്ലാനറ്റ്സ് എടുക്കുന്ന ടൈം ആണെന്ത്? അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് എ പ്ലാനറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ് ആണ്. ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ് ആണ് അല്ലെ. സെമി മേജർ ആക്സിന്റെ ലെങ്ത് തന്നെയാണ്. ഇതാണ് 6 എന്ന് പറയുന്നത് അല്ലെ. സോറി, 6 അല്ല, നമ്മളിപ്പോ എ ആണ് എടുക്കുന്നത് കേട്ടോ. എ എടുത്തു. എന്ത് വരും? ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ സ്റ്റേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം സ്റ്റേറ്റ് കെപ്ലർ തേർഡ് ലോ ഓഫ് പീരീഡ് എന്താണ്? ലോ ഓഫ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാൽ മതി? സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് എ പ്ലാനറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ്. അത് മതി, ആൻസർ ആയി. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ക്വസ്റ്റ്യൻ നമ്പർ ബി ആണേ. നോക്കിക്കോളൂ, വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ബി ആണ് പറയാൻ പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? എന്താ പറയുന്നത്? എ സാറ്റേൺ ഇയർ ഈസ് 29.5 ടൈംസ് ദ എർത്ത് ഇയർ ആണ് അല്ലെ. അതായത് ഒരു സാറ്റേൺ ഇയർ എന്ന് പറയുന്നത് എർത്തിന്റെ ഇയറിനെ മീൻസ് എർത്ത് ഇയറിനെ എന്തിനോട് മൾട്ടിപ്ലൈ ചെയ്യണം? 29.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് ഓഫ് സാറ്റേൺ ഈസ് ഈക്വൽ ടു എന്ത് വരും? 29.5 ഇൻറ്റു ടൈം പീരീഡ് ഓഫ് എർത്ത് ആണ് അല്ലെ. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഹൗ ഫാർ ഈസ് ദ സാറ്റേൺ ഫ്രം ദ സൺ അല്ലെ. അതായത് AS ആണ് കണ്ടുപിടിക്കേണ്ടത്. വേറെ എന്ത് തന്നിട്ടുണ്ട് അവര്? ഓക്കെ, എന്താണ്? സൺ ഇഫ് ദ എർത്ത് ഈസ് 1.5 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് 9 ഉണ്ട്. അവിടെ 9 വിട്ട് പോരുത്, ഒരു 9 ഉണ്ട്. 9 കിലോമീറ്റർ അവേ ഫ്രം ദ സൺ ആണ്. ക്ലിയർ ആണല്ലോ. ക്വസ്റ്റ്യനിൽ ഒരു 9 ഉണ്ട്. നമ്മൾ ഓൾറെഡി അത് ഇട്ടില്ലായിരുന്നു, 10 റേഷ്യോ ഇട്ടിട്ടില്ലായിരുന്നു. നോക്കിക്കോളൂ. അപ്പം എന്താ നോക്കിയോ, നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? AE തന്നിട്ടുണ്ട്. വാട്ട് ഈസ് AE? ദാറ്റ് ഈസ് 1.5 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് 9 കിലോമീറ്റർ ആണല്ലോ. 1.9 കിലോമീറ്റർ ആണ്. എന്താ അവിടെ കണ്ടുപിടിക്കേണ്ടത്? AS ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ? ദാറ്റ് ഈസ് ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് ആണ്. അത് വെച്ച് എനിക്ക് ഇക്വേഷൻ എഴുതി കൂടെ? എന്താ വരിക? TS ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് TE ടൈം പീരീഡ് ഓഫ് സാറ്റേൺ ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ഓഫ് എർത്ത് ഇസ് ഈക്വൽ ടു എന്താ വരിക? AX ക്യൂബ്, സോറി സ്ക്വയർ ഉണ്ട് ഇവിടെ. AX ക്യൂബ് ഡിവൈഡഡ് ബൈ എന്ത് വരും? AE ക്യൂബ് ആണ്. ഓക്കെ, നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. നോക്കിക്കോ, എന്താ വരും? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? AX ക്യൂബ് അല്ലെ. സോ AX ക്യൂബ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ ടേം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാല് AE ക്യൂബ് ഇൻറ്റു എന്താ വരിക? ദാറ്റ് ഈസ് TS സ്ക്വയർ ഡിവൈഡഡ് ബൈ TE സ്ക്വയർ ആണല്ലോ. സോ ഇതിന്റെ അകത്ത് എന്താ വരിക? വാട്ട് ഈസ് AE ക്യൂബ്? that is 1.5 into 10 to the power of 9 kilometer into what is TS? TS എന്ന് പറഞ്ഞാൽ എത്രയാ? നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എന്താ? 29.5 into TE ആയിരിക്കും അല്ലെ. TE ആണ്. അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് വരും? ഒരു TE സ്ക്വയറും വരും അല്ലെ. സോ ഇതും കട്ടായി പോയി. ബാക്കി എന്തുണ്ട്? ഒരു 1.5 into 10 to the power of 9 into ഇതിന്റെ സ്ക്വയർ അല്ലെ. ദാറ്റ് ഈസ് 29.5 into 29.5 വരും. ഇത് ചെയ്താൽ എന്ത് കിട്ടും? AX ക്യൂബ് ആണ് കിട്ടുക. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? AS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതിനെ ക്യൂബ് റൂട്ട് ചെയ്താൽ മതി അല്ലെ. ഓക്കെ, ഇവിടെ നമ്മളൊരു ക്യൂബ് ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. ക്യൂബ് വരും അല്ലെ. സോ അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ASന്റെ AS ക്യൂബ് കിട്ടും. അതിനെന്ത് ചെയ്യുക? ക്യൂബ് റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ASന്റെ വാല്യൂ കിട്ടും. സോ ഏകദേശം വരെ ആൻസർ 1.43 into 10 to the power of 13 കിലോമീറ്റർ ആണ് കേട്ടോ. 10 to the power of 13 കിലോമീറ്റർ ആണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ.
സോ ഇങ്ങനെ എന്ത് ചെയ്യാം, സാറ്റേണിലേക്കുള്ള, അതായത് സണ്ണിൽ നിന്ന് സാറ്റേണിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതാണ് ഞാൻ എന്ത് കൊടുത്ത് AS എന്ന് കൊടുത്ത്. ഇത് ഉപയോഗിച്ച ലോ ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻ, സോറി എന്താണ്, സെക്കൻഡ് ലോ മീൻസ് ലോ ഓഫ് പീരീഡ് ആണ് കെപ്ലറിന്റെ, ആണല്ലോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഓഫ് വിച്ച് കൺസർവേഷൻ ലോ ഈസ് ദ കെപ്ലർ സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ എ കോൺസിക്വൻസ്? ഏതാണ് അത് കൺസർവേഷൻ ലോ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ആണ് അല്ലെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, അതെങ്ങനെയാണ് ആ ഒരു ഡെറിവേഷനിലേക്ക് അല്ലെ ആ ഒരു ലോയിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കാരണം DA/dt എന്ന് പറയുന്നത് എന്താണ്? L/2m ആയിരുന്നു അല്ലെ. ഇതിനെ നമ്മൾ എന്ത് ഏരിയൽ വെലോസിറ്റി എന്നാണ് വിളിച്ചത്, ഓർമ്മയുണ്ടല്ലോ. സോ ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. അതും എന്താണ്? സെക്കൻഡ് ലോ ഓഫ് കെപ്ലർ, മീൻസ് കെപ്ലറിന്റെ സെക്കൻഡ് ലോന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. സോ ഏരിയൽ വെലോസിറ്റി DA/dt. സോ DA/dt ഈസ് ഈക്വൽ ടു എന്താ വരിക? ഏരിയൽ വെലോസിറ്റി DA/dt ഈസ് ഈക്വൽ ടു എന്ത് വരും? L/2m ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ഈ ടേം എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. സോ L ഈസ് എ കോൺസ്റ്റന്റ് ആണ്. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്? ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് സെയിം ഫോർ ഓൾ ഒബ്ജക്ട്സ് അറ്റ് ഗിവൺ പ്ലേസ് അല്ലെ. ഗിവൺ പ്ലേസിൽ എന്തായിരിക്കും വാല്യൂ ഓഫ് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി? ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും അതിന്റെ മേലെ ആക്ട് ചെയ്യുന്ന മീൻസ് അതിന്റെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഡസ് എ ബോഡി ഹാവ് സെയിം വെയിറ്റ് അറ്റ് ദി ഇക്വേറ്റർ ആൻഡ് അറ്റ് ദി പോൾസ് അല്ലെ. പോൾസിലാണോ ഇക്വേറ്ററിലും? ഇക്വേറ്ററിലും ഒരു ബോഡിയുടെ വെയിറ്റ് സെയിം ആയിരിക്കും എന്ന് ചോദിച്ചു. സെയിം ആയിരിക്കുമോ? ഒരിക്കലും സെയിം ആയിരിക്കില്ല. കാരണം എന്താ? എർത്തിന്റെ ഷേപ്പ് കാരണം എന്ത് സംഭവിക്കും? പോൾസിലും അതുപോലെ തന്നെ ഇക്വേറ്ററിലും ബോഡിയുടെ വെയിറ്റ് എന്താണ്? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാം എർത്ത് എന്ന് പറയുന്നത് ഒരു പക്കാ സ്ഫിയർ അല്ല, ഏകദേശം ഈ ഷേപ്പിലായിരിക്കും. ഓക്കെ, എർത്ത് എന്ന് പറയുന്നത് ഒരു പക്കാ സ്ഫിയർ അല്ലല്ലേ, ഏകദേശം എന്തായിരിക്കും? ഈ ഷേപ്പിലായിരിക്കും. നമുക്ക് നോക്കാം എന്താ വരിക. ഇങ്ങനെയായിരിക്കും എർത്ത് ഉണ്ടാവുക, ആണല്ലോ. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഡിസ്റ്റൻസും ഡിഫറെന്റ് ആണ്. സോ ഇതെന്താണ്? ഇക്വേറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ എന്ത് കൊടുത്തു? RE എന്ന് കൊടുത്തു അല്ലെ. ഇക്വേറ്ററിലേക്കുള്ള റേഡിയസ്. ഇതെന്താ? പോൾസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണല്ലോ. സോ ഇതെന്താണ്? RP ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം RP ഈസ് ലെസ് ദാൻ RE ആണല്ലോ. അങ്ങനെയാണെങ്കിൽ RPയിലെ ആക്സിലറേഷൻ മീൻസ് രണ്ട് പോയിന്റിലെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ വരിക? സോ ആക്സിലറേഷൻ G അറ്റ് പോൾസ് എന്താ വരിക? ഈക്വൽ ടു GM ഡിവൈഡഡ് ബൈ എന്താ വരിക? ദാറ്റ് ഈസ് RP ഹോൾ സ്ക്വയർ ആണ് വരിക അല്ലെ. ഇതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ. അതുപോലെ തന്നെ G അറ്റ് ഇക്വേറ്റർ എന്താണ് ആൻസർ വരിക? GM ഡിവൈഡഡ് ബൈ എന്ത് വരും? RE സ്ക്വയർ വരും അല്ലെ. അപ്പൊ ഏതിനാണോ ഡിനോമിനേറ്റർ കുറവ് അതായിരിക്കും ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ G ഇക്വേറ്റർ ആയിരിക്കും, G എന്താണ് പോൾസ് ആയിരിക്കും കൂടുതൽ എന്ന് പറയുന്നത്. ഇവിടെ RP അല്ലേ കുറവ്. സോ ഡിനോമിനേറ്റർ ഏതിനാണോ കുറവ് അതിനാണ് എന്ത് കൂടുതൽ? മീൻസ് നമ്മളുടെ വാല്യൂ കൂടുതലാവുക, ആണല്ലോ. അങ്ങനെയാണ് G അറ്റ് പോൾസ് ഈസ് ഗ്രേറ്റർ ദാൻ G അറ്റ് ഇക്വേറ്റർ ആണ് അല്ലെ. അപ്പൊ എവിടെയാണോ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കൂടുതൽ അവിടെ ആയിരിക്കില്ലേ ഒബ്ജക്റ്റിന്റെ മാസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ പോൾസിലായിരിക്കും ഇക്വേറ്ററിലായിരിക്കും ഒരു ഒബ്ജക്റ്റിന്റെ മാസ് ഏറ്റവും കൂടുതൽ? പോൾസിലായിരിക്കും. കാരണം എന്താ? പോൾസിൽ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എന്താണ്? കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ വെയിറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അറ്റ് വാട്ട് ഹൈറ്റ് above the earth surface the value of G is the same as the mine 80 kilometer deep. എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ഹൈറ്റ് എന്ന് ചോദിച്ചല്ലേ. ക്വസ്റ്റ്യൻ മനസ്സിലായി നിങ്ങൾക്ക്? അതായത് എർത്ത് നിന്ന് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു പെർട്ടിക്കുലർ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കിട്ടും. കാരണം അത് കുറയാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെപ്തിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കുറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡെപ്തിലേക്ക് പോകുമ്പോൾ, അതായത് 80 കിലോമീറ്റർ ഡെപ്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഉണ്ടാവുമല്ലോ. അത് ഈക്വലന്റ് ആണ് എപ്പം? ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് പോകുമ്പോഴുള്ള ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയിലേക്ക്. അങ്ങനെയാണ് ആ ഹൈറ്റ് എത്രയാന്ന് ചോദിച്ചത്. സോ ബേസിക്കലി ഒന്നുമില്ല. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കിക്കോളൂ. ഇതാണ് എർത്ത്. എർത്തിന്റെ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് എന്തുണ്ട്? ആക്സിലറേഷൻ ഗ്രാവിറ്റി മീൻസ് ഹൈറ്റിലേക്ക് എന്ത് ചെയ്യുക? ഒബ്ജക്റ്റ് പോവാണ്. സോ ഈ പോയിന്റിൽ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ദാറ്റ് ഈസ് GH കൊടുത്തു. അതുപോലെ തന്നെ ഒരു പോയിന്റ് ഈ ഡിസ്റ്റൻസിലേക്ക് ഇറങ്ങുന്നത്. ഈ ഡിസ്റ്റൻസ് എത്രയാ? 80 കിലോമീറ്റർ ആണ്. സോ ഇവിടെ എന്താണുള്ളത്? GD ആണ്.
അപ്പൊ എന്താ പറയുന്നത്, ജി എച്ചും ജി ഡി എന്താണ്, സെയിം ആണ്. അതായത് ഈ പർട്ടിക്കുലർ പോയിന്റിലെ ആക്സിലറേഷൻ ഗ്രാവിറ്റിയും ഈ പർട്ടിക്കുലർ പോയിന്റിലെ ആക്സിലറേഷൻ ഗ്രാവിറ്റി എന്താണ്, സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം, ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ഡി ആണ്. ആണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞത്, എച്ച് കണ്ടുപിടിക്കാനാ പറഞ്ഞത് ആണല്ലോ. അപ്പൊ നിങ്ങൾക്കറിയാം ഇതിന്റെ ഇക്വേഷൻ എന്താണ്, ജി എച്ച് എന്ന് പറയുന്നത് ജി ഇൻറ്റു 1 മൈനസ് 2h ഡിവൈഡഡ് ബൈ ആർ ആണ് ആണല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക, ജിയുടെ ഇക്വേഷൻ എന്താ, 1 in ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ വരും ആണല്ലോ. എന്തൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാം, ജിയും കട്ട് ചെയ്ത് ഒഴിവാക്കി. സോ 1ഉം 1ഉം നമുക്ക് ഒഴിവാക്കാം. ബാക്കി എന്തുണ്ട്, മൈനസ് 2h ബൈ ആർ ഈക്വൽ ടു മൈനസ് ഡി ബൈ ആർ ആണ്. സോ ഇതിൽ മൈനസും കട്ട് ചെയ്ത് ഒഴിവാക്കി, ആറും എന്താണ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. സോ 2h ഈക്വൽ ടു എന്താണ്, ഡി ആണ്. സോ അങ്ങനെയാണ് h ഈക്വൽ ടു എന്താ വരിക, ഡി ബൈ 2 വരും. സോ വാട്ട് ഈസ് ഡി, ഡെപ്ത് എത്രയാണ്, 80 കിലോമീറ്റർ ആണ്. സോ 80 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരിക, 40 കിലോമീറ്റർ വരും. ക്ലിയർ ആണല്ലോ. സോ അപ്പൊ എർത്ത് നിന്ന് 40 കിലോമീറ്റർ ഹൈറ്റിലും അതുപോലെ തന്നെ 80 കിലോമീറ്റർ ഡെപ്തിലുള്ള പോയിന്റ്സിൽ ആക്സിലറേഷൻ ഗ്രാവിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും. ക്ലിയർ അല്ലേ, സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നോക്കിയോ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്. അടുത്തത് എന്താണ്, വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപക്ഷെ നിങ്ങൾ ക്ലാസ്സിൽ വരച്ചിട്ടുണ്ടാവും ആ ഒരു കർവ്. എന്താ പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ജി വിത്ത് ദ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ഓഫ് ദി എർത്ത് ആണ് അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഗ്രാഫ് വരയ്ക്കുകയാണ്. ഗ്രാഫിന്റെ എക്സ് ആക്സിൽ എന്താണ്, ജി ആണുള്ളത്, വൈ ആക്സിലോ ആർ ആണുള്ളത്. സോ ഇവിടെയാണ് എർത്തിന്റെ സെന്റർ ഉള്ളത് വിചാരിച്ചോ അല്ലെ. അപ്പൊ എർത്തിന്റെ സെന്ററിൽ ആക്സിലറേഷൻ ഗ്രാവിറ്റി എത്രയാ, 0 ആണ്. സോ അപ്പൊ എർത്തിന് സെന്ററിന് സർഫസിലേക്ക് വരുന്നതനുസരിച്ച് ആക്സിലറേഷൻ ഗ്രാവിറ്റി എന്താ ചെയ്യുക, കൂടി വരികയാണ് ചെയ്യുക. സോ ഇറ്റ് ഈസ് എ ലീനിയർ മോഷൻ ആണല്ലോ. സോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആക്സിലറേഷൻ ഗ്രാവിറ്റി എന്താവും, മാക്സിമം ആവും. അതേതാ പോയിന്റ്, ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണ്. അതായത് സർഫസിലാണ്, സർഫസിൽ ആക്സിലറേഷൻ ഗ്രാവിറ്റി എന്താ ചെയ്യുക, മാക്സിമം ആവുകയാണ് ചെയ്യുക. പിന്നെ എന്താ സംഭവിക്കുക, അതിന് ലീനിയർ ഡിക്രീസ് അല്ല, പിന്നെന്താണ്, അത് ഈ ഒരു ഷേപ്പിലാണ് എന്ത് ചെയ്യുക, ഡിക്രീസ് ആവുക. സോ 1 അതായത് ജി ഈസ് പ്രപ്പോർഷണൽ ടു 1/r² എന്ന് പറയുന്നതിന്റെ കർവാണിത്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് വരിക, നമ്മളുടെ ഗ്രാഫ് വരിക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതാണ് ഗ്രാഫ്, ഇതാണ് എന്ത്, എർത്തിന്റെ സെന്റർ O എന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് ഇങ്ങനെ കൂടി വന്നു, സർഫസിൽ നിന്ന് മാക്സിമം ആയി, പിന്നെ എന്താണ്, ഹൈറ്റ് കൂടുന്നതനുസരിച്ച് കുറഞ്ഞു വരിക. ക്ലിയർ ആണല്ലോ ഗ്രാഫ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, എന്താ പറയുന്നത്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് 250 കിലോമീറ്റർ ഫ്രം ദ സർഫസ് ഓഫ് എന്താണ് എർത്ത് എന്ന് പറഞ്ഞാൽ. സിമ്പിൾ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താ പറയുന്നത്, എന്താ കണ്ടുപിടിക്കുന്നത്, ജി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ നോക്കിയോ, വാട്ട് ഈസ് ജി ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, ജി ഡി എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഒരു ഡി എന്ന് പറഞ്ഞ ഡെപ്തിലെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ജി ഡി ഈസ് ഈക്വൽ ടു എന്താ വരിക, ജി ഇൻറ്റു 1 മൈനസ് എച്ച് ബൈ അല്ലെങ്കിൽ സ്മോൾ ഡി ഡിവൈഡഡ് ബൈ ആർ ആണ്. ഓർമ്മ ഉണ്ടല്ലോ ഇക്വേഷൻ. ഞാൻ ഒന്നും കൂടി എഴുതുകയാണ്, എന്താണ്, ഡി ബൈ ആർ ആണ് അല്ലെ. ഓക്കെ, ഇവിടെ ഡി തന്നിട്ടുണ്ട് എത്രയാ, 250 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, ജി ഡി ഈക്വൽ ടു എന്താ വരിക, ജി ഇൻറ്റു 1 മൈനസ് 250 കിലോമീറ്റർ പെർ ഡിവൈഡഡ് ബൈ എന്ത് വരും, ആർ എത്രയാ, 6400 കിലോമീറ്റർ ആണല്ലോ. സോ ഇത് രണ്ട് ഞാൻ കട്ട് ചെയ്തു അല്ലെ. സോ അപ്പൊ എത്രയാ വരിക, ജി ഇൻറ്റു 1 മൈനസ് 25 ഒരു ടൈം, 640 അല്ലെ, 5 എത്ര ടൈം, 5 പ്രാവശ്യം, 640 ദാറ്റ് ഈസ് 128 ടൈംസ് ഉണ്ടാവും 5 എന്ന് പറയുന്നത്. സോ അപ്പൊ എത്രയാ വരിക, 5 ഡിവൈഡഡ് ബൈ 128 ആണ് അല്ലെ. സോ എന്ത് വരും, അപ്പം ജി എന്ന് പറയുന്നത് 9.8 ആണ് അല്ലെ. 9.8 ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ 128 മൈനസ് 5 ഡിവൈഡഡ് ബൈ ഒരു 128 ഉണ്ടാവും അല്ലെ. സോ ആൻസർ എത്ര വരിക, 9.8 ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ 123 ഡിവൈഡഡ് ബൈ 128 വരും. സോ ആൻസർ എത്ര കിട്ടുക, നിങ്ങളൊന്നും ചെയ്ത് നോക്കിക്കോളൂ കാൽക്കുലേറ്ററിൽ, വളരെ സിമ്പിൾ ആണ്, ചെയ്ത ആൻസർ കിട്ടും. ഓക്കെ, ആൻസർ എന്താ വരിക, 9.42 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ ആക്സിലറേഷൻ ഗ്രാവിറ്റി കുറയാണ് ചെയ്തത്, ഇത്ര 9.8 ഉള്ളത് എന്തായി, 9.42 ആയി. സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, എന്താ പറയുന്നത്, എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ എർത്ത് ഫോർ എ ബോഡി ഓഫ് മാസ് എം ഈസ് എത്രയാ,
11 km/s നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് പോലെ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദ ബോഡി ഈസ് പ്രൊജക്റ്റഡ് അറ്റ് an angle of 45 degree with the vertical, the acceleration അല്ലെങ്കിൽ the escape velocity will be എന്ന് പറഞ്ഞു അല്ലെ. ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? വെർട്ടിക്കൽ ഒരു 45 ഡിഗ്രി നമ്മൾ ചരിച്ചെറിയുന്നുണ്ട്, മീൻസ് ചരിച്ചാണ് പ്രൊജക്ട് ചെയ്യുന്നത് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അതിന് അവിടുത്തെ ആക്സിലറേഷൻ മീൻസ് അവിടുത്തെ എസ്കേപ്പ് വെലോസിറ്റിന്റെ വാല്യൂ എത്രയാന്ന് ചോദിച്ചാൽ അല്ലെ. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി നിങ്ങൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് എ പാർട്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താ വരിക? ദാറ്റ് ഈസ് എന്താ വരിക? എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2gm ഡിവൈഡഡ് ബൈ r ആണ് അല്ലെ. അപ്പം ഇതിന്റെ അകത്ത് ആംഗിൾ ഡിപ്പെൻഡൻസ് ഉണ്ടോ? ആംഗിൾ എന്തെങ്കിലും ഈ ഇക്വേഷനിൽ കാണിക്കുന്നുണ്ടോ അല്ലെ? അപ്പൊ നിങ്ങൾ എങ്ങനെ 45-ലോ 60-ലോ 30-ലോ 90-ലോ എങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാലും വിഇയുടെ വാല്യൂ എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. എത്ര? 11 km/s ആണ്. ക്ലിയർ അല്ലേ? സോ വിഇയുടെ വാല്യൂ ചേഞ്ച് ആവില്ല. എന്തിനനുസരിച്ച്? ആംഗിളിനനുസരിച്ച് ചേഞ്ച് ആവില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ് പറയുന്നത്? ഡിറൈവ് എൻ എക്സ്പ്രഷൻ അല്ലെ. ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞത്. ഏത് എക്സ്പ്രഷൻ ആണ്? ദ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് അല്ലെ. നമ്മള് പാർട്ട് 3-ല് ഈ ഒരു ഡെറിവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഡെറിവേഷൻ അവിടെ നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കട്ടോ. പാർട്ട് 3 ഗ്രാവിറ്റേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അവസാന ഭാഗത്തേക്ക് എന്താണ് എസ്കേപ്പ് വെലോസിറ്റിന്റെ ഡെറിവേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ദെൻ അങ്ങനെയാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ. വൈ അല്ലെ? മൂണിന് അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചെറുപ്പം മുതലേ പഠിക്കുന്നുണ്ട്. മൂണിൽ എന്തില്ല? അന്തരീക്ഷമില്ല അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ ഇല്ല എന്ന് പഠിക്കുന്നുണ്ടല്ല. വൈ? എന്തുകൊണ്ടാണ് മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ എർത്തിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാവുന്നത്? നമുക്കറിയാം എർത്തിൽ ഒരുപാട് ഗ്യാസ് മോളിക്യൂൾ ഉണ്ട് അല്ലെ. സർഫസിൽ ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. സോ ഈ ഗ്യാസ് മോളിക്യൂൾസ് എർത്തിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ എന്തിന് നിൽക്കൂല? മൂണിൽ നിൽക്കൂല. കാരണം എന്താ വെച്ചാല് മൂണിന്റെ എസ്കേപ്പ് വെലോസിറ്റി വളരെ കുറവാ. സോ എന്ത് ചെയ്യാൻ പറ്റും? ഈ എന്താണ് ഗ്യാസ് മോളിക്യൂൾസിന്റെ RMS വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ RMS വാല്യൂ ആണ് എന്തിനെക്കാട്ടും കൂടുതൽ? എസ്കേപ്പ് വെലോസിറ്റിനെക്കാട്ടും കൂടുതൽ. സോ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതിന് സുഖമായിട്ട് എസ്കേപ്പ് ചെയ്യാൻ പോകാൻ പറ്റും. പക്ഷെ എർത്തിലുള്ള മോളിക്യൂൾസിന്റെ എസ്കേപ്പ് വെലോസിറ്റി എർത്തിലുള്ള മോളിക്യൂൾസിന്റെ RMS വെലോസിറ്റി എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ മീൻസ് എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാ അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? എർത്തിൽ നിന്ന് അതിന് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. സോ അപ്പൊ അതിന്റെ റീസൺ എന്താ പറയുക? ദ RMS വാല്യൂ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ഇൻ മൂൺ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എന്താണ്? the escape velocity of moon ആണല്ലോ. സോ എസ്കേപ്പ് വെലോസിറ്റിനെക്കാട്ടും കൂടുതലാണ് എന്ത്? ആ ഒരു മോളിക്യൂൾസിന്റെ RMS സ്പീഡ് എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ടാണ് അത് എസ്കേപ്പ് ചെയ്ത് പോകുന്നത്. അല്ലാത്ത പക്ഷെ എന്താവില്ല? എസ്കേപ്പ് ചെയ്യാൻ പോകാൻ പറ്റില്ല. മൂണിൽ എന്തുണ്ടാവും? അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. പക്ഷെ നിലവിൽ എന്തില്ല? മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ല. അതിന്റെ റീസൺ എന്താണ്? ഇതാണ്. ക്ലിയർ ആണല്ലോ? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഇനി നമുക്ക് ഈ പ്രോബ്ലം ചാപ്റ്ററിൽ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? തിയറി നന്നായിട്ട് പഠിക്കുക. NCERT-ലെ പ്രോബ്ലംസ് മൊത്തം വർക്ക്ഔട്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു പോർഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഏകദേശം 5-6 പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ടൈം നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.